أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أما بعد. ബഹുമാന്യരായ അധ്യക്ഷൻ, മറ്റ് ഉദ്ഘാടകൻ, പ്രമുഖ വ്യക്തികൾ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഈ പരിപാടി നമ്മൾ കുറേ നേരത്തെ ഉദ്ദേശിച്ചതാണ്. പക്ഷെ നടത്താൻ അല്പം വൈകിപ്പോയി പല കാരണങ്ങളാൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തേനിനെ കുറിച്ച് പരിപാടി അവതരിപ്പിച്ചതാണ്. അന്ന് തന്നെ ഈത്തപ്പഴത്തെക്കുറിച്ചൊരു ക്ലാസ് നടത്തണം എന്ന് അഭിപ്രായപ്പെട്ടതുമായിരുന്നു. ഏതായാലും ഈ വൈകിയ വേളയിൽ ഇന്ന് നമുക്ക് ഇവിടെ പറയാനുള്ളത്, വെച്ചിരിക്കുന്ന വിഷയം നിങ്ങൾക്കറിയാം. വളരെ ചെറിയ എന്നാൽ വളരെ വലിയ ഒരു വിഷയമാണ്. ഈ വലിപ്പത്തിൽ ഒതുങ്ങുന്ന ഈത്തപ്പഴത്തിൻ്റെ ഇത്ര വിശാലമായ ഒരു വിഷയമാണ് നമുക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. മനുഷ്യൻ ഭൂലോകത്തേക്ക് എത്താൻ വരെ ഒരു പരിധിവരെ പഴങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് ഇസ്ലാമിക വീക്ഷണത്തിലൂടെ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ വിഷയത്തിനുള്ള സമയം കുറഞ്ഞു വരും. അപ്പം അതിൻ്റെ പേരിൽ ചുരുക്കി പറയുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. നിങ്ങൾക്കറിയാം ആ ചരിത്രങ്ങളൊക്കെ. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇബ്ലീസ് അഹങ്കരിച്ചു, സുജൂദ് ചെയ്തില്ല. അവൻ ഒരു വാദമുഖം ഉന്നയിച്ചു. ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയോ എന്ന ഒരു യുക്തിയാണ് സൃഷ്ടാവിൻ്റെ മുന്നിൽ ഇബ്ലീസ് എന്ന് വെച്ചത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ യുക്തി കൊണ്ട് പല കാര്യങ്ങളെയും സമീപിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ പല യുക്തിയും, മനുഷ്യൻ്റെ എന്നല്ല സൃഷ്ടിയുടെ പല യുക്തിയും പലപ്പോഴും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനോ നിർദ്ദേശങ്ങൾക്കോ എതിരായി വരുന്നെങ്കിൽ അത് ആ വിധിയുടെ കുഴപ്പമല്ല, തൻ്റെ യുക്തിയുടെ കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇബ്ലീസ് ഉന്നയിച്ചതൊരു യുക്തിയായിരുന്നു. മണ്ണിനേക്കാൾ ശ്രേഷ്ഠമാണ് അഗ്നി. അങ്ങനത്തെ ഒരു അഗ്നി, ഇയാൾ സൃഷ്ടിക്കപ്പെട്ട ഇബ്ലീസ് എന്ന ഞാൻ ഈ കളിമണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയോ എന്നാണ് ചോദിച്ചത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കൽപ്പനയിൽ ഇസ്ലാം ഒരു കാര്യം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആ കാര്യം നിർവഹിക്കലാണ് ഒരടിമയുടെ കടമ. അത് നമ്മുടെ യുക്തിക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. എന്നാൽ ഇസ്ലാം പല സ്ഥലങ്ങളിലും മനുഷ്യന്റെ യുക്തിയെ, വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും മനുഷ്യന്റെ യുക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അഫലാ തഅഖിലൂൻ എന്ന് ചോദിക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പല സ്ഥലങ്ങളിലും ഖുർആൻ ചോദിച്ചു. നമ്മുടെ ചിന്തയെ ഉത്തേജിപ്പിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും. എന്നാൽ ചില ചിന്തകൾ നമ്മളെ ബുദ്ധിക്ക് ഒതുങ്ങാതെ വരും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആകുമുഖമായിട്ട് ഇത്രയും പറയുന്ന വിഷയത്തിൽ കടക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു യുക്തിയുണ്ട്. നമ്മുടെ യുക്തി വെച്ച് ഒരു മാതാവിൻ്റെ വയറ്റിൽ ഗർഭം ധരിക്കുന്ന ഒരു ശിശു, നമ്മളൊക്കെ അറിയാം, പല ഫാക്ടറികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ വരെ ഈ കൂട്ടത്തിലുണ്ടാവും. ഉദാഹരണത്തിന് ഒരു സോപ്പ് നമ്മൾ വാർത്തെടുക്കുകയാണെങ്കിൽ, ഒരു അച്ചിൽ വാർക്കുകയാണ്, അതിന്മേൽ ലക്സ് എന്ന് എഴുതണമെങ്കിൽ ആ ലക്സ് എന്ന അക്ഷരം പൊങ്ങി വരണമെങ്കിൽ അച്ചിൽ അത് കുഴിച്ചടിച്ചിരിക്കണം. അച്ചിൽ അത് കുഴിച്ചടിച്ചെങ്കിലേ സോപ്പിന് മുകളിൽ ലക്സ് എന്ന് പൊങ്ങി വരുള്ളൂ.
നേരെ മറിച്ച് സോപ്പിൽ അത് താഴ്ന്നു വരണമെങ്കിൽ അച്ചിൽ അത് പൊക്കിയടിച്ചിരിക്കണം. ഇത് നമുക്കൊക്കെ അറിയാവുന്ന യുക്തിയാണ്. ഈ യുക്തി വെച്ച് ഒരു ഗർഭപാത്രത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന മാതാവിന്റെ ഗർഭത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു കുഞ്ഞിനെ വാർക്കുന്ന അച്ഛ എങ്ങനെ ഇരിക്കണം? എന്റെയും നിങ്ങളുടെ യുക്തി അനുസരിച്ച് ഈ മൂക്കും ഈ കണ്ണും ഈ ചെവിയും ഒക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു അച്ഛ അതിൻ്റെ അകത്തുണ്ടോ? അപ്പൊ നമ്മുടെ യുക്തിയിലൂടെ നോക്കിയാൽ പലപ്പോഴും നമുക്ക് പലതും കാണാൻ കഴിയില്ല. മനുഷ്യന്റെ യുക്തി പരിമിതമാണ്, മനുഷ്യന്റെ ബുദ്ധി പരിമിതമാണ്, മനുഷ്യന്റെ അറിവ് പരിമിതമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒമാ ഊത്തീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വളരെ കുറച്ച് മാത്രമേ അറിവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. മനുഷ്യന്റെ യുക്തിക്ക് അപ്പുറമാണ് ആ കാഴ്ചപ്പാട്. ഗർഭാശയത്തിൽ നിന്ന് വരുന്ന ആ കുഞ്ഞിന്റെ രൂപം ഒരിക്കലും ആ അച്ഛനില്ല. ഇത് മാത്രമല്ല, പലതുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ നമ്മളെ നാട്ടിൽ പൊതുവെ ഇലക്കറികളൊക്കെ കഴിക്കാറുള്ളൂ. പച്ചിലകൾ കഴിക്കുന്ന സ്വഭാവം മലയാളികൾക്ക് പൊതുവെ ഇല്ല. പക്ഷെ അറബ് നാടുകളിലുണ്ട്, വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. സലാഡ് ഒക്കെ കഴിക്കുന്ന സ്വഭാവമുണ്ട്. കസ്, ജർജീർ അതുപോലെയുള്ളതൊക്കെ പച്ചക്ക് വെട്ടിയിട്ട് തിന്നുന്ന സ്വഭാവമുണ്ട്. ഈ പച്ചിലകൾ നമ്മൾ കുറെ തിന്നുന്നു. അത് തന്നെ ഒരു ആടിന് കൊടുക്കുക കുറച്ച് പച്ചിലകൾ, അത് തന്നെ ഒരു പശുവിനും കൊടുക്കുക. ഈ 3 വർഗവും തിന്നത് ഒരേ ഇനം ഇലയാണെന്ന് കരുതുക. മനുഷ്യൻ തിന്ന പച്ചയില മനുഷ്യൻ കക്കൂസിൽ പോയാൽ എങ്ങനെയിരിക്കും അത് കാഷ്ടിക്കുന്നത്? അതേ ഇല തിന്ന പശു കാഷ്ടിക്കുന്നത് എങ്ങനെയിരിക്കും? അതേ ഇല തിന്ന ആട് കാഷ്ടിക്കുന്നത് എങ്ങനെയിരിക്കും? പ്രത്യേക ക്യാപ്സ്യൂളായിട്ട് വരും ആട് കാഷ്ടിച്ചാൽ. അത് തന്നെ ആ ഇല തന്നെ പശു തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെപ്പായിട്ട് വരും. മനുഷ്യൻ കാഷ്ടിച്ചാലോ? ഇതൊക്കെ തിന്നുന്ന ഒരു വസ്തുവാണ്. എന്നാൽ ഈ ക്യാപ്സ്യൂൾ വാർക്കുന്ന ആടിന്റെ വേറെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുമോ? ഇല്ല. ദൈവത്തിന്റെ വിധി തന്നെയാണ്, പടച്ചോന്റെ തീരുമാനം തന്നെയാണത്. ശരീരത്തിന്റെ എല്ലാ അംശങ്ങളും എല്ലാം ഒന്നാണ്. ആമാശയം ഒന്നാണ്, പിന്നെ കുടൽ ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് കംപ്ലീറ്റ് ഒന്നാണ്, വൻകുടൽ ഒന്നാണ്. അതിലൂടെയാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. പക്ഷെ ആട് കാഷ്ടിച്ചാൽ ക്യാപ്സ്യൂളായിട്ട് വരും. അത് വാർക്കുന്ന അതിനകത്തുണ്ടോ? നമ്മളെ യുക്തിയിൽ വെച്ച് നോക്കിയാൽ അപ്പൊ അത് പടച്ച തമ്പുരാൻ ആ സൃഷ്ടിപ്പിൽ തീരുമാനിച്ച ആ തീരുമാനം അത് യഥാവിധി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ പലതും നമ്മുടെ യുക്തിയിൽ കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഇബ്ലീസ് അന്നുണ്ടാക്കിയൊരു യുക്തിയാണ്. അപ്പൊ ആ യുക്തി സാധാരണ കാഴ്ചപ്പാടിൽ യുക്തിയാണെങ്കിലും ഇബ്ലീസ് മല്ലൂനായി മാറിയത് ആ വിധിയെ, പടച്ചവന്റെ കൽപ്പനയെ ധിക്കരിച്ച ഒരു കാരണത്താലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് സ്വർഗത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ ജീവിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്ക് എല്ലാ സുഖഭോഗങ്ങളും പടച്ച തമ്പുരാൻ നൽകിയിരുന്നു. യാ ആദമുസ്കുൻ അൻത വസൗജുക്കൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈസു ശീതുമാ വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. എല്ലാ സൗകര്യങ്ങളോടുകൂടി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം. പക്ഷേ വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ, ആ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, അഥവാ അതിന്റെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത് എന്നായിരുന്നു ഓർഡർ. പക്ഷെ ആ വിലക്കപ്പെട്ട പഴം ഇബ്ലീസിന്റെ ചതിയിൽപ്പെട്ടുകൊണ്ട് തന്നെ ഫഅസല്ലഹുമ ശൈത്താൻ, ഖുർആൻ വ്യക്തമായി പറയുന്നതാണ്. ഇതൊക്കെ ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പിശാചിന്റെ ചതിയിൽപ്പെട്ടുകൊണ്ട് ആ പഴം ഭക്ഷിച്ചു. ആ പഴം ഭക്ഷിക്കലാണ് യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ കാരണമായത്. ഞാൻ വരുന്നത് അങ്ങോട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ആദ്യത്തെ മനുഷ്യൻ അയക്കപ്പെടാൻ കാരണം പഴമാണ്, ഒരു മരത്തിന്റെ ഫലമാണ്. വിലക്കപ്പെട്ട മരത്തിന്റെ ഫലം കഴിച്ചതാണ് ആദം അലൈഹി സ്വലാം ഭൂമിയിലേക്ക് എത്താൻ കാരണം. അപ്പൊ മനുഷ്യൻ ഭൂമിയിൽ എത്തിപ്പെടാൻ വരെ ഒരു പഴം കാരണമായി പോയി. അവിടെ തുടങ്ങിയതാണ് പഴവും മനുഷ്യനായിട്ടുള്ള ബന്ധം. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആദം അലൈഹി സ്വലാം ഭൂമിയിൽ വന്നു. ആദം അലൈഹി സ്വലാം ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമിയിൽ ഇന്നത്തെ പോലെ ഉള്ള സുഖസൗകര്യങ്ങളൊന്നും വന്നില്ല. നിങ്ങൾക്കറിയാം, അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മനുഷ്യൻ വേറെ ഇല്ല, ജീവജാലങ്ങളുണ്ട്. ഇന്നത്തെ പോലെ എന്നെ കപ്പട, എന്നെ റൊട്ടി, എന്നെ മക്കാൻ ഒന്നുമില്ല. താമസിക്കാനുള്ള സ്ഥലമില്ല, റോഡില്ല, ബിജിലില്ല, ഒന്നുമില്ലാത്തൊരു കാരണമല്ലോ അത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അവർക്കും ഇവിടെ ഭക്ഷിക്കാൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? പഴങ്ങൾ തന്നെയായിരുന്നു. ഒന്നും പാകം ചെയ്യാനുള്ള പാത്രമില്ല, തീയില്ല, തീപ്പെട്ടിയില്ല, സിഗർ ലൈറ്റർ ഇല്ല,
ഒരു സൗകര്യങ്ങളും ഇല്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ മരത്തിന്റെ പഴങ്ങൾ മാത്രം തന്നെയാണ് അവർക്ക് അന്ന് ഭക്ഷിക്കാനുണ്ടായിരുന്നത്. ഇനി ധാന്യങ്ങൾ എടുത്ത് ഭക്ഷിക്കാൻ എന്ന് വെച്ചാൽ ഗോതമ്പ് എടുത്താൽ അത് തൊലിക്കാൻ സംവിധാനമില്ല, കുത്താനുള്ള ഒരലോ ഒലക്കിയൊന്നുമില്ല. അപ്പൊ അവരുടെ ആദ്യകാലത്തെ ഭക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത് തന്നെയാണ്, ഈ പഴങ്ങൾ തന്നെ.